എളേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. എളേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ചിറ്റാരിക്കൽ മഹാത്മാഗാന്ധി മന്ദിരത്തിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനവും മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സമാഗമത്തിന്റെ ശതാബ്ദി വാർഷിക ദിനാഘോഷവും രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. ഒരു വ്യക്തിക്ക് ഒരു വീട് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്, അതുപോലെയാണ് ഒരു പ്രസ്ഥാനത്തിനും സ്വന്തമായി ഒരു ഓഫീസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇത്തരം ഒരു ഓഫീസ് ഈ 3 മണ്ഡലങ്ങളുടെയും പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാൻ, സമന്വയിപ്പിക്കാൻ, അതുപോലെ തന്നെ ഏകീകൃതമായൊരു സംഘടനാ പ്രവർത്തനം കെട്ടിപ്പടുക്കാൻ ബ്ലോക്ക് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കാനും ഈ ഓഫീസിലൂടെ സാധിക്കും എന്നുള്ളത് വളരെ അഭിവൃദ്ധമായ ഒരു കാര്യമാണ്. ഡൽഹി അറിയാതെ ഒരു കാര്യവും നടക്കില്ല എന്നൊരവസ്ഥ വന്നു. പക്ഷെ ഇന്ത്യൻ പാർലമെന്റ് ഇന്ന് കേവലം ഒരു നിയമനിർമ്മാണ സഭയായി ചുരുങ്ങി. കേരള നിയമസഭയിൽ ഒരു നിയമനിർമ്മാണ സഭയായി ചുരുങ്ങിയിരിക്കും. അധികാരം മുഴുവൻ താഴെത്തട്ടിലേക്ക് പോയിരിക്കും. ഇന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ പഞ്ചായത്ത് മെമ്പർമാരെ ആശ്രയിക്കാതെ, പഞ്ചായത്ത് കമ്മിറ്റിയെ ആശ്രയിക്കാതെ, അല്ലെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്തിനെ ആശ്രയിക്കാതെയും ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെടാതെയും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഒരു UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ആ ഗവൺമെൻറ് ജനങ്ങളെ സഹായിക്കണമെങ്കിൽ നിയമം നിർമ്മിക്കാൻ അവരെ കൊണ്ട് സാധിക്കും. ആ നിർമ്മിച്ച നിയമം ജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ ആ എത്തിക്കുന്ന വേദി എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. എളേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. എളേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഏതാനും ആഴ്ചകൾക്ക് ശേഷം ചേർന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിൽ വെച്ച് ഞാൻ എളേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു ആസ്ഥാനം ഉണ്ടാകണമെന്ന് ആ യോഗത്തിൽ സംബന്ധിച്ചിരുന്ന മണ്ഡലം പ്രസിഡന്റുമാർ, അതേപോലെ തന്നെ ബ്ലോക്ക് ഭാരവാഹികളുമായിട്ട് പറഞ്ഞിരുന്നു. എവിടെ ആണ് എങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഒരു സൗകര്യപ്രദമായ സ്ഥലം ഉണ്ടാവണം. ഈസ്റ്റ് എളേരിയുടെ മണ്ഡലം കമ്മിറ്റി തുടർന്ന് യോഗം ചേർന്ന് അതിനുള്ള സൗകര്യം ചെയ്തു തന്നിരിക്കുകയാണ്. അതിന് ഈ നിമിഷത്തിൽ ഈസ്റ്റ് എളേരി മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോർജ് കരിമഠത്തിനും കമ്മിറ്റിക്കാർക്കും എൻ്റെ ഹൃദയമായ നന്ദി ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പരിപാടിയുടെ ഭാഗമായി രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും ചിറ്റാരിക്കൽ ടൗണിൽ ലഹരിവിരുദ്ധ സന്ദേശകാലിയും നടത്തി. അത് വിതരണം ചെയ്യുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കർശനമായി പാലിക്കുവാൻ നമുക്ക് കഴിയണം. ജീവിതമാണ് ലഹരി എന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്ന ലഹരി വിരുദ്ധ റാലിയിൽ അണിചേരുവാൻ മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ ഈസ്റ്റ് എളേരിയുടെ മണ്ണിൽ ചിറ്റാരിക്കാൽ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന മഹാത്മാഗാന്ധി മന്ദിരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ എളേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കാസർഗോഡിന്റെ പ്രിയങ്കരനായ ജനകീയ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിച്ചിരിക്കുന്നു. തുടർന്ന് ചിറ്റാരിക്കാലിന്റെ ഹൃദയവീതിയോടെ കടന്നുവരുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, എളേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയ് ജോസഫ് കിഴക്കരക്കോട്ട്. യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, DCC പ്രസിഡന്റ് PK ഫൈസൽ, ബ്രഹ്മശ്രീ പ്രേമാനന്ദ സ്വാമി, KPCC അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ, ശാന്തമ്മ ഫിലിപ്പ്, DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ, DCC സെക്രട്ടറിമാരായ മാമുനി വിജയൻ, ടോമി പ്ലാച്ചേരി, പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് ജോർജ് മുത്തോലി, ബ്ലോക്ക് ഭാരവാഹികളായ സെബാസ്റ്റ്യൻ പൂവത്താനി, സോണി സെബാസ്റ്റ്യൻ പൊടിമറ്റം, ജോർജ് കുട്ടി കരിമഠം തുടങ്ങിയവർ പ്രസംഗിച്ചു. നൽകിക്കൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ലഹരി വിരുദ്ധ സന്ദേശയാത്ര ഇന്ന് ചിറ്റാരിക്കാലിന്റെ വിരിമാറിലൂടെ കടന്നു വരികയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ ഈസ്റ്റ് എളേരിയുടെ മണ്ണിൽ ചിറ്റാരിക്കാൽ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന മഹാത്മാഗാന്ധി മന്ദിരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ എളേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട കാസർഗോഡിന്റെ ജനകീയ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിച്ചിരിക്കുന്നു. തുടർന്ന് രാജ്യ
രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിവരുന്ന ലഹരിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി നടത്തിവരുന്ന ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായുള്ള ലഹരി വിരുദ്ധ റാലിയാണ് ഈ വാഹനങ്ങൾക്ക് പിന്നാലെ കടന്നു വരുന്നത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുക, അത് വിതരണം ചെയ്യുന്നവരെ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കർശനമായി ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.